ഇനി നീ അടഞ്ഞിരിക്കരുത്. നിനക്കൊരു യാത്രയുണ്ട്, നിനക്ക് പുറത്തു വരേണ്ടതുണ്ട്, നിനക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. നീ നന്മ അനുഭവിക്കേണ്ടവനാണ്, ദൈവത്തിന്റെ കൃപ അനുഭവിക്കേണ്ടവനാണ്, ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ടവനാണ്. കരങ്ങളൊന്ന് തട്ടി ഈ ദൂതിനെ അതിൻ്റെ വിശാലതയിലേക്ക്, ഭവനത്തിലേക്ക് ഇന്ന് ആത്മാവിനത് തുറന്നു വിട്ടെ. നമ്മുടെ ചർച്ചിനകത്ത് ചില കുഞ്ഞുങ്ങൾ, ചില കുടുംബങ്ങൾ എവിടെയോ അടയ്ക്കപ്പെട്ടതുപോലെ കിടക്കുന്നു. ആത്മാവിൽ സഹബന്ധുക്കളാണെന്നുള്ള തിരിച്ചറിവിൽ, സഹവിശ്വാസികളാണെന്നുള്ള തിരിച്ചറിവിൽ ആത്മാവിലൊന്ന് ജാഗരിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം പുറത്ത് ചില മിറക്കിളുകളെ ചെയ്യട്ടെ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ്, എൻ്റെ കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. അവൻ അടച്ചാൽ ആർക്കും അതിനെ തുറക്കാനും കഴിയത്തില്ല. ഹല്ലേലൂയ. അവൻ ആഴികളെ തുറക്കുന്നവളാണ്, ആഴിയുടെ ഉറവകളെ. ഞാനിത് പറഞ്ഞു വിട്ടതാണ്, പിന്നെ ഈ കർത്താവ് എന്നെ ഒന്ന് തോടിക്കുക. അവൻ ആഴിയുടെ ഉള്ളറകളെ തുറന്നവനാണ്, ഭൂമിയുടെ അധോഭാഗങ്ങളെ തുറന്നവനാണ്, ആകാശമണ്ഡലങ്ങളുടെ കിളിവാതിലുകളെ തുറന്നവനാണ്. ഇന്ന് പകൽ അവൻ്റെ മക്കൾക്ക് വേണ്ടി എന്തും തുറക്കാൻ അവൻ റെഡിയായിട്ട് നിൽക്കുമ്പോൾ, കമോൻ, മടി കാണിക്കരുത്. നിന്റെ മുമ്പിൽ അടഞ്ഞതേതോ ഈ പകൽ അത് തുറക്കട്ടെ. നല്ലപോലെ അറിയ ഈ ദൂത് എവിടെയോ പോയി കൊള്ളുന്നുണ്ട്. അത് ചില മേഖലകൾക്ക് അത് ഭയങ്കര സ്വാതന്ത്ര്യം നൽകി തരുവാനിടയായി. പുറത്തിറങ്ങിയ ജനം ദൈവ സാന്നിധ്യത്തിനകത്തൂടെ, ദൈവത്തിന്റെ പരിരക്ഷയ്ക്കകത്തൂടെ, ദൈവത്തിന്റെ കരവലയത്തിനകത്തൂടെ നടന്നു തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ചെങ്കടൽ പോലെയുള്ള അസാധാരണമായ വിടുതലുകൾ, ചെങ്കടലുകൾ കീറുന്ന പോലെയുള്ള അസാധാരണമായ വിടുതലുകൾ ജനം കണ്ട് 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 മുന്നോട്ടുള്ള യാത്രകളിൽ, ഹല്ലേലൂയ, ഇസ്രായേൽ ജനം മിസ്രൈമിലായിരുന്നപ്പോൾ അവർക്ക് സംഭവിച്ച അപജയങ്ങൾക്കപ്പുറത്തേക്ക് അവർക്കൊരു നിയമം കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ട് ദൈവം തൻ്റെ ദാസനായ മോശയെ ദൈവത്തിൻ്റെ പർവ്വതത്തിനകത്തേക്ക് വിളിക്കുവാനിടയായി തീർന്നു. നീണ്ട 40 ദിവസം താൻ പർവ്വതത്തിൻ്റെ മേലിൽ നിന്നു. ഞാനിവിടെ ഒന്ന് നിർത്തിയിട്ടൊന്ന് പുറകോട്ട് പോവുകയാണ്. ഇസ്രായേൽ മിസ്രൈമിലായിരുന്നപ്പോൾ അവരുടെ ലൈഫിനകത്ത് ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിട്ടും ഇവരെ കലർത്തിക്കളയാൻ പല പദ്ധതി ഇട്ടിട്ടും ദൈവം ആഗ്രഹിച്ചതുപോലെ ഓരോ ഗോത്രങ്ങൾ അനുസരിച്ച് വേർപെട്ട് അവർ ജീവിച്ചു. ഞാൻ അത് മനസ്സിലിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള യാത്രയിൽ എപ്പോഴും വിശുദ്ധാത്മാവനോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: എന്തിനാണ് ഒരു ഇടകലർന്നൊരു ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുപോകാതെ ഒരപ്പന്റെ മക്കളായിരുന്നിട്ട് അവരെ ഗോത്രമായി തിരിച്ചിറങ്ങിയപ്പോൾ അവർക്ക് പറയാനുള്ളത് സമ്പത്തൊക്കെ അവിടെ നിന്ന് ദൈവം എടുത്തു കൊടുക്കുന്നതാണ്. അവർക്ക് പറയാനുള്ളത് ഇന്ന ഗോത്രത്തിലെ ആളാണെന്ന് മാത്രമാണ് പറയാനുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വേർപെടുത്തി ദൈവം അവരെ സംരക്ഷിക്കുവാനിടയായി തീർന്നു. എന്തിനാണെന്ന് ചോദിച്ചതിന് എൻ്റെ മനസ്സിനോട് ദൈവം പറഞ്ഞൊരു ആശയം, ആമേൻ, ഒരു പ്രോമിസ് കിടപ്പുണ്ട്, ഗ്രേറ്റ് പ്രോമിസ്. ആമേൻ. ഒരു ഗോത്രത്തിനകത്തുനിന്ന് ഒരു സിംഹം പുറപ്പെട്ടു വരും. ഹല്ലേലൂയ. തെറ്റാത്ത ചിലത് നിറവേറേണ്ടതിന് ദൈവം കരുതേണ്ടത് അവിടെ ഒരുക്കിക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ദൈവം എന്തിനാണ് ആ തിരിച്ചറിവ് അവർക്ക് കൊടുത്തത്? എന്തിനാണ് ഉത്ബോധ്യം അവർക്ക് കൊടുത്തത്? ഹല്ലേലൂയ. നീണ്ട 400 വർഷം എന്നാൽ ചെറിയ കാലയളവൊന്നുമല്ല. അല്ലെങ്കിൽ ഒന്നുകൂടെ പുറകോട്ട് പറഞ്ഞാൽ ഇസ്രായേൽ പല രാജ്യങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും
കീഴിൽ അവൻ അടിമത്തം അനുഭവിക്കുവാനിടയായിരുന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഒന്നിൽ പോലും അവൻ ഹല്ലേലൂയ ഒരു രീതിയിലുള്ള ഹല്ലേലൂയ ഈ ഗോത്രങ്ങൾ തിരിച്ചവർ നിൽക്കേണ്ടടുത്ത് കൃത്യമായിട്ട് അവർ നിന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ കനാൻ ദേശത്ത് വരുമ്പോഴും ഓരോ ദേശത്തിന് വേണ്ടി ദൈവം വിഭാഗിച്ചത് അവിടെ നേരത്തെ വിഭാഗിക്കപ്പെട്ടിട്ടുണ്ട്. ആമേൻ. ഇപ്പം ദൈവം എന്നോട് പറയുന്ന ഒരാശയോടെ ചേർത്ത് പറയാം. ഹല്ലേലൂയ. ഇവർ ഇടകലർന്ന് പോകേണ്ട സാഹചര്യങ്ങൾ തമ്മിൽ ഏത് ഗോത്രമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഇടകലർന്ന് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ദൈവം ഇടകലർത്താത്തതിൻ്റെ പിന്നിൽ ഹല്ലേലൂയ ഒരു പ്രോമിസ് ആണെങ്കിൽ അതിനൊരു മെറ്റീരിയൽ ബ്ലെസ്സിങ് കൂടി ഉണ്ട്. അത് കനാൻ ദേശത്ത് ചെല്ലുമ്പോൾ ഓരോ ഗോത്രത്തിനും ഉള്ളത് അവിടെ വിഭാഗിച്ചിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു ദൂത് പറയാം. ദൈവം നിന്നൊരു സ്പിരിച്വൽ ബ്ലെസ്സിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ഭൗതിക ബ്ലെസ്സിങ് അടങ്ങിയിട്ടുണ്ട്. ഓ, എത്ര പേര് ഇരിക്കും? ആമേൻ. നീ ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്സിനെ സ്വീകരിക്കുമ്പോൾ ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് അതോടൊപ്പം തന്നെ റിലീസ് ആയിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. സ്വർഗ്ഗം ഒരുക്കപ്പെട്ടാൽ ഭൂമി നിനക്ക് അനുകൂലമായിരിക്കും. ആമേൻ. സ്വർഗം നിനക്ക് അനുകൂലമാണെങ്കിൽ ഭൂമി ഓട്ടോമാറ്റിക്കായി നിനക്ക് അനുകൂലത നൽകിയിരിക്കും. ആമേൻ. ഇന്ന് പകൽ എല്ലാ കുടുംബത്തിനും അതിന് ആത്മാവിലങ്ങ് റിലീസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഒന്നാമത്തേത്, നീ പിടിക്കാൻ തയ്യാറാണെങ്കിൽ ഭൂമിയിലുള്ളത് കയറി വരും. ആമേൻ. ഇതിനുള്ള ബന്ധത്തിൽ ആമേൻ പിതാക്കന്മാരുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിൻ്റെ മേലിട്ട അനുഗ്രഹങ്ങളുടെ പകർച്ചകൾ തലമുറകളിലേക്ക് വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ തലമുറകൾക്കകത്ത് അല്ലെങ്കിൽ 1-2 തലമുറ കഴിഞ്ഞ് വരുമ്പോൾ ആ തലയ്ക്ക് മീതെ കൊടുത്ത അനുഗ്രഹം മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആയിട്ട് കാണാൻ പറ്റും. ആമേൻ. ഇസഹാക്കിലും അടുത്ത തലമുറകളിലേക്ക് യാക്കോബിലേക്കും ഒക്കെ വരുമ്പോൾ കാണാൻ പറ്റും. ആ കാണാൻ പറ്റുന്ന ബ്ലെസ്സിങ് ഹല്ലേലൂയ അടുത്ത തലമുറയ്ക്ക് എഴുതി കൊടുക്കുകയല്ല, അവരുടെ തലയ്ക്ക് കൈവച്ച് പിതാക്കന്മാർ നൽകിയ അനുഗ്രഹത്തിൻ്റെ പകർച്ച നൽകുക. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരാൻ നേരത്ത് പറയാണ്, ഇതെല്ലാം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ മേൽ പകരപ്പെട്ടിട്ടുണ്ട്. ആമേൻ. ഇന്ന് അത് സ്വീകരിക്കുന്നവർക്കായി സ്തോത്രം. അടഞ്ഞതെല്ലാം ഈ ബ്ലെസ്സിങ്സിനകത്ത് തുറന്നു വരട്ടെ. ഞാൻ മുന്നോട്ട് ഓടട്ടെ. ദൈവം മോശയെ ദൈവ സാന്നിധ്യമുള്ള പർവ്വതത്തിനകത്തേക്ക് വിളിച്ചു. തേജസ് ഇറങ്ങി നിൽക്കുന്ന ആ പർവ്വതത്തിനകത്ത് താൻ ഇരിക്കുന്ന സമയത്ത് താഴെ വലിയൊരു പ്രശ്നം ഉണ്ടായി. വലിയ പ്രശ്നം. മിസ്രൈമിൽ നിന്ന് അവരെ നടത്തിക്കൊണ്ട് വന്ന മോശയെ കാണാനില്ല. പകരമായി അഹരോനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ മോശയെ കാണുന്നില്ല, അതുകൊണ്ട് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ദൈവമായ ഒരു ബിംബത്തെ ഉണ്ടാക്കി തരണം. ശ്രദ്ധിക്കുന്നോ നിങ്ങൾ? അങ്ങനെ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വലിയ ഉത്സവം കൊണ്ടാടിക്കൊണ്ട് അത്ര നാളും ദൈവത്തിൻ്റെ കരുതലിനകത്ത് ദൈവം കൊടുത്ത ആഹാരം കഴിച്ച് നടന്നു തുടങ്ങിയവർ ഒരു വിഗ്രഹത്തെ കണ്ട് ആർത്ത് വിളിക്കാൻ തുടങ്ങി, കവണ് വീണാൻ തുടങ്ങി, അതിനെ നമസ്കരിക്കുകയും അതിന് യാഗം കഴിക്കുകയും അങ്ങനെ ഒരു വലിയ ഉത്സവം താഴെ കൊണ്ടാടുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരാള് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിനക ഒരാള് ഇവർക്ക് വേണ്ട നിയമങ്ങളുമായി ഇറങ്ങി വരിക. ഞാൻ ഇടയ്ക്കുള്ള ഭാഗങ്ങളെ ഒന്ന് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ തീരത്തില്ല. മോശ ഇറങ്ങി വരുമ്പോൾ കണ്ട കാഴ്ച ഭയങ്കര ദുഃഖമായിരുന്നു. ദൈവ സാന്നിധ്യത്തിൽ തുടർന്നു കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ കരവലയത്തിനകത്തൂടെ യാത്ര ചെയ്ത മനുഷ്യർ അവരൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കും. അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായി.
ചിലർ പട്ടുപോയി. അതിൻ്റെ ശാന്തത വന്നു നിൽക്കുന്ന ഒരു അധ്യായമാണ് 33-ാം അധ്യായം. ഒരു മധ്യസ്ഥ പ്രാർത്ഥന, മോശയുടെ മധ്യസ്ഥ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ആരംഭം ഇങ്ങനെയാണ്. ദൈവത്തോട് മോശ ചോദിക്കുന്ന ചോദ്യമാണ്, നീ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വഴിയിൽ വെച്ച് ഞങ്ങളെ ഉപേക്ഷിക്കാൻ പാടില്ല. അതിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് അവർക്ക് തോന്നിയത്, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യം അവരെ വിട്ടുമാറി. ആമേൻ. ഈ ദൈവ സാന്നിധ്യം വിട്ടുമാറുന്നത് ചിലർക്ക് അറിയത്തില്ല. ഒരു ദിവസം പ്രാർത്ഥിക്കാതിരുന്നാൽ, ഒരു ദിവസം ബൈബിൾ വായിക്കാതിരുന്നാൽ, ഒരു ദിവസം ആരാധനയ്ക്ക് പോകാതിരുന്നാൽ വലുതായിട്ടൊന്നും തോന്നത്തില്ല. പക്ഷെ പോകെ 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 ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇന്ന് പകല് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യർ, അതിൻ്റെ യഥാർത്ഥ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ്റെ കവിണ് വീണുള്ളൊരു പ്രാർത്ഥനയാണ് 33-ാമത്തെ അധ്യായം, മോശയുടെ മധ്യസ്ഥ പ്രാർത്ഥന. ഞങ്ങൾക്ക് ആ ദൈവ സാന്നിധ്യം തിരിച്ചു വേണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് മോശ ദൈവത്തോട് ചോദിക്കുമ്പോൾ, മോശയ്ക്ക് അറിയാവുന്ന ഭാഷയിൽ മോശ പറയുന്ന 1-2 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതാണ് ഇന്നത്തെ ചിന്തനീയമായ വിഷയമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്: നീ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ ആ കനാൻ ദേശത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം. ഹല്ലേലൂയ. വാഗ്ദത്തത്തെ ഓർമ്മപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലകളിൽ ഉപവസിച്ചപ്പോൾ, ഇന്നലകളിൽ പ്രാർത്ഥിച്ചപ്പോൾ, ഇന്നലകളിൽ വിളി കേട്ടപ്പോൾ, ഇന്നലകളിൽ സുവിശേഷീകരണത്തിന് പോയപ്പോൾ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം തലയിൽ ഓർമ്മയുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ പുസ്തകം മാത്രമല്ല, ദൈവം ഒരു റീപ്ലാനിൽ, ഒരു പുതിയ പണിക്കായി ഇറങ്ങി വന്നെടുത്ത് ദൈവത്തിന്റെ അഭിഷിക്തന്മാർ മുന്നോട്ട് വെച്ചൊരു സ്ട്രാറ്റജി ദൈവം അവരുടെ മേലിട്ട വാഗ്ദത്തങ്ങളെ ഓർമ്മപ്പെടുത്തി. പ്രവാചകൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ വിഷയമല്ല, അടുത്ത പ്രവാസത്തിൽ, ബാബേൽ പ്രവാസത്തിൽ കിടക്കുമ്പോൾ എൻ്റെ ജനം പുറപ്പെട്ടു വരേണ്ട സമയമായിരിക്കുന്നു എന്നുള്ള ബോധ്യം കിട്ടി. ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ, ഇവർ പുറപ്പെടേണ്ട സമയമായെന്നറിഞ്ഞപ്പോൾ അത് ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥന കാണാം. ഇന്ന് പകല് നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യകത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, ഉണ്ടെന്ന് ഞാൻ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ വിളിച്ചു പറയും. ദൈവത്തിന് ഓർമ്മ വരാനല്ല, ആമേൻ, മറിച്ച് ഹല്ലേലൂയ ഇതെന്നോട് പറഞ്ഞതാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കും നിങ്ങളുടെ ദൈവവുമായുള്ള മധ്യസ്ഥതയ്ക്കകത്ത് വെളിപ്പെട്ട് വരേണ്ട ആവശ്യകതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വാഗ്ദത്തങ്ങൾ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിക്കുന്നവരാരുണ്ടോ അവരോട് ഞാനൊരു വചന വെളിപ്പാട് കൈമാറുകയാണ്. ഈ വചനം അവരുടെ മുമ്പിൽ യെസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ബാബേൽ പ്രവാസം, മേദിയ-പേർഷ്യ എന്നീ പറഞ്ഞ സാമ്രാജ്യങ്ങളോടുള്ള, ഗ്രീസ് പോലെയുള്ള രാജ്യങ്ങളുടെ ബന്ധത്തിൽ പ്രവാസത്തിലായിരുന്നപ്പോൾ, മിസ്രൈമിലെ പ്രവാസത്തിലായിരുന്നപ്പോൾ ഓർമ്മപ്പെടുത്തിയവർ, ഇറങ്ങി വന്ന ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവാചകന്മാരും ദൈവത്തിൻ്റെ സേനാധിപന്മാരും അവർ ഓർമ്മപ്പെടുത്തിയ മൊത്തവും പ്രോമിസുകളാണ്. പ്രോമിസുകൾ. ആമേൻ. ദൈവത്തിന് വാഗ്ദത്തമുണ്ട്.
ഹല്ലേലൂയ. ഇന്ന് പകൽ തലയിലൊന്ന് കൈവച്ച് കർത്താവിനോടൊന്ന് കൈ കൊണ്ടുവന്നിടന്ന് കൈവച്ച് പ്രാർത്ഥി. കർത്താവേ, ഹല്ലേലൂയ, സമയം അതിക്രമിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മേലത് നിവർത്തീകരിക്കുവാൻ അങ്ങയ്ക്ക് പ്രസാദമുണ്ടാകണമേ എന്ന് ഹൃദയത്തിലൊരു പ്രാർത്ഥന ഏറ്റവും നല്ലതാണ്. ഹല്ലേലൂയ. എനിക്ക് ഉറപ്പാണ്, നിങ്ങൾ മിണ്ടാതിരുന്നാലും നിങ്ങളോട് വ്യക്തിപരമായ പ്രോമിസുകളുണ്ട്. കാരണം ബൈബിള് പറയുന്നത് അത് എത്രയുണ്ടെങ്കിലും അതിന് പുറകിൽ കർത്താവ് ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ജോഷിജ പറ, പ്രോമിസുകളുണ്ട്. ആമേൻ പറ, പ്രോമിസുകളുണ്ട്. പ്രോമിസുകളുണ്ടായി, പ്രോമിസുകളുണ്ട്. ഹല്ലേലൂയ. എനിക്ക് ഉത്ബോധ്യം പരിശുദ്ധാത്മാവ് നൽകുന്നത്, ആമേൻ, നമ്മുടെ സാഹചര്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ പ്രോമിസുകളെ പറയാൻ തയ്യാറാകണം. പണ്ട് ദൈവം യോസഫിനെ ഓടിക്കുമ്പോഴും യാക്കോബ് ഓടുമ്പോഴും ഓർമ്മപ്പെടുത്തലിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നതുണ്ട്. ദൈവ സാന്നിധ്യം വെളിപ്പെട്ട സ്ഥലത്ത് ഓർമ്മപ്പെടുത്തലിൻ്റെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അവിടെ കൃത്യമായ ചില ആശയങ്ങൾ വെളിപ്പെടുന്നു. ഇങ്ങനെയാ, നീ എന്നെ മടക്കി വരുത്തിയാൽ ഇത് നിന്റെ ദേവാലയമായിരിക്കും. ഹല്ലേലൂയ. ലൂസിൽ വെച്ച് അഭിഷിക്തൻ പറഞ്ഞതാണ്, ഇത് യഹോവയുള്ള സ്ഥലമാണ്. ഞാനത് അറിഞ്ഞില്ല. യഹോവ ഈ സ്ഥലത്ത്, ഇത് ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഞാനത് അറിഞ്ഞില്ല. നമ്മൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആമേൻ. അത് അറിയുക എന്നുള്ളത് നമ്മുടെ ഇമ്പോർട്ടൻസ് ആണ്. ഹല്ലേലൂയ. നീ ചിലത് ഇപ്പം ഞാൻ ഇങ്ങനെ പറയാം, ആ മനുഷ്യനത് അറിഞ്ഞത്, അത് ദൈവ സാന്നിധ്യമുള്ള സ്ഥലം എന്നറിഞ്ഞത്, അത് ദൈവത്തിൻ്റെ ഒരു കൂടാരമായി മാറി. ആമേൻ. ഈ പേര് തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ ബെഥേൽ. ലൂസ് ബെഥേലാകുന്നത് ദൈവ സാന്നിധ്യം കൊണ്ടാണ്. ഹല്ലേലൂയ. ലൂസിൻ്റെ ചരിത്രം, ഹല്ലേലൂയ, യോസഫിനോടുള്ള ബന്ധത്തിൽ, ഹല്ലേലൂയ, ഒരു പരാജയത്തിൻ്റെയും ഓടിപ്പോക്കലിൻ്റെയും കഥയാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ യോസഫ് പറയാണ്, ഇത് ദൈവം എന്നെ തേടിപ്പിടിക്കുന്ന സ്ഥലമാണ്. ഈ വാക്ക് കറക്റ്റാണ്. ചിലരുടെ മേലത് നിവർത്തീകരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവം നിന്നെ തേടിപ്പിടിക്കുന്ന ചില ലൂസ് വെളിപ്പെടും, അത് ദൈവാലയമായി മാറും. ഇത് പുറത്തുള്ള ചിലരോടുള്ള ദൈവത്തിൻ്റെ ശക്തമായ പ്രവചനമാണ്. നിന്നെ അവൻ തേടി പിടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ നഷ്ടപ്പെട്ട സ്ഥലത്ത് അവൻ ഇറങ്ങി വന്ന് നിന്നെ തേടി പിടിക്കുകയാണ്. ഊരിപ്പിടിച്ച ഒരു വാളിൻ്റെയും മനസ്സിനകത്ത് കയറി വന്നൊരു ഭയത്തിൻ്റെയും ഭാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മനുഷ്യൻ തൻ്റെ അമ്മാവൻ്റെ വീടിനകത്തേക്ക് ഓടിയാകലുമ്പോൾ, ഹല്ലേലൂയ, അതിനകത്ത് നിന്ന്, ഹല്ലേലൂയ, പ്രോമിസ് തലയ്ക്ക് മീതെ ഉള്ളവൻ്റെ പിറകെ വന്ന് ദൈവ സാന്നിധ്യം പിടിക്കുന്നത് പോലെ ഇന്ന് ചിലരോട് ദൈവം പറയുന്നു, അവൻ നിന്നെ തേടി പിടിക്കും. ചിലരൊന്നും കേൾക്കുന്നില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നഷ്ടപ്പെട്ട് പോകാൻ, ഹല്ലേലൂയ, ലാബാന്റെ ചതിക്കകത്ത് പെട്ടുപോകാൻ അവൻ സമ്മതിക്കാത്ത രീതിയിൽ അവൻ ചിലരെ തേടിപ്പിടിക്കാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം, എൻ്റെ ഉള്ളിലേക്ക് ആ ദൂത് ശക്തിയോടെ ഇറങ്ങുന്ന നല്ലപോലെ അറിയാം. ഹല്ലേലൂയ. നിന്റെ ഒറ്റപ്പെടലായിരിക്കാം, മാറ്റി നിർത്തലായിരിക്കാം, തിരസ്കരണങ്ങളായിരിക്കാം,
കൂടെ നിൽക്കാൻ ആളില്ലാത്തതായിരിക്കാം, നിനക്ക് നേരെ ഉയർന്നു വന്നൊരു വാളായിരിക്കാം, ഹല്ലേലൂയ, ശരീരത്തിലും മനസ്സിനും ഉയർന്നു വന്ന ഒരു ദുഃഖമായിരിക്കാം, അതിനപ്പുറം നിനക്കൊരു വേദനയോ ഹല്ലേലൂയ പേടിയോ ആകാം. ആരോടോ പരിശുദ്ധാത്മാവ് തൊടുന്നു, ഇല്ല, നീ അവിടെ നഷ്ടപ്പെടത്തില്ല. നിന്നെ തേടി പിടിക്കാൻ അറിയാവുന്ന ഒരുവൻ നിന്റെ കൂടെ ഇറങ്ങി വരുന്നുണ്ട്. തമിഴിൽ ഒരു പാട്ടുണ്ട്, ഈ പാടാൻ അറിയാത്തില്ലതുകൊണ്ട് മലയാളത്തിൽ അത് പറയാം. നാണം കെട്ട് പോകില്ല ഞാൻ. തമിഴിലിങ്ങനെ വെക്കപ്പെട്ട് പോകില്ല ഞാൻ, വെക്കപ്പെട്ട് പോകില്ല എന്ന് പറഞ്ഞ ഞാൻ ആ പ്രതിസന്ധിയുടെ നടുവിൽ നാണം കെട്ട് പോകത്തില്ല. ആ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ ഞാൻ നാണം കെട്ട് പോകത്തില്ല. ഞാൻ ആ അറ്റംപ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായി, ഞാൻ ദൈവം പറഞ്ഞത് കേട്ട് നിന്നതിൻ്റെ ഭാഗമായി ഹല്ലേലൂയ മുന്നിൽ നിന്ദിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകത്തില്ല. അങ്ങനെ പലതും ഉയർന്നു വന്നാലും അവിടെ ഒരു മാന്യത കർത്താവ് വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഇതൊരു പ്രവചനമായി ഞാൻ കൈമാറുന്നു. ചില കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ ഈ വർഷം അത് നിറവേറാൻ പോവുകയാണ്. നിന്നെ ഉരുട്ടി മാറ്റിക്കളയുന്ന ഒരു ദൈവത്തെ നിനക്ക് നിന്റെ സഹോദരങ്ങളോട് പറയാനുണ്ടായിരിക്കും. എനിക്ക് നന്മയ്ക്കായ ഒരു അടയാളം എൻ്റെ വീടിനകത്ത് ദൈവം ചെയ്തിരിക്കും. ഹല്ലേലൂയ. നിന്റെ തലമുറയോടും നിന്നോടും നിന്റെ സമ്പത്തിനോടും ഉള്ള ബന്ധത്തിൽ അത് ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഞാൻ ഈ ദൂതിനെ ഒന്ന് പിടിച്ചു വെച്ചോണ്ട് ഞാൻ പറയാം. ഇപ്പൊ പറഞ്ഞ ആ പ്രവചനത്തിൽ താഴെ അനുഭവിച്ചുകൊണ്ടിരുന്ന ദൈവ സാന്നിധ്യം മോശ ഉയരത്തിൽ വെളിപ്പെട്ട രീതിയിൽ കണ്ടു. താഴെ വന്നപ്പോൾ താഴെ ദൈവ സാന്നിധ്യം അനുഭവിച്ച് മേളിൽ കയറി ആ തേജസ്സും കണ്ടിട്ട് ഇറങ്ങി വന്ന മനുഷ്യൻ താഴെ ദൈവ സാന്നിധ്യം പോലും ഇല്ലാതെ കണ്ടിട്ട് ദുഃഖം തുടങ്ങി. പ്രാർത്ഥിക്കുക. We need the presence of God. ഞങ്ങൾക്ക് ആ ദൈവ സാന്നിധ്യം മടക്കി വേണം. എത്ര പേര് പ്രാർത്ഥിക്കും? ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദൈവ സാന്നിധ്യം തിരിച്ചു വേണം. ഇറങ്ങിയ കാലഘട്ടത്തിൽ ആത്മാവിൽ ആരാധിച്ച് തുടങ്ങിയ ആത്മീയ അന്തരീക്ഷം ഞങ്ങൾക്ക് തിരിച്ചു വേണം. യേശുവിന്റെ നാമത്തിൽ അത് മടങ്ങി വരട്ടെ. മോശയുടെ പ്രാർത്ഥനയുടെ പിന്നിലുള്ള കാര്യം ഇതാണ്. ഇവരാഗ്രഹിക്കാത്ത ഒരു ദൈവ സാന്നിധ്യം ഹല്ലേലൂയ മിസ്രൈമെ വിട്ട് പുറത്തിറങ്ങിയപ്പോൾ മുതൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. ഈ പർവ്വതത്തിന്റെ താഴെ ഇവർ നിൽക്കുമ്പോൾ ശൂന്യതയ്ക്കകത്ത് നിൽക്കുന്നത് പോലെ നിൽക്കുക. കാരണം എന്തുവാ? സാന്നിധ്യമില്ല. സാന്നിധ്യമില്ലാത്ത പ്രസംഗം, സാന്നിധ്യമില്ലാത്ത പാട്ട്, സാന്നിധ്യമില്ലാത്ത യാത്രകൾ, സാന്നിധ്യമില്ലാത്ത കുടുംബജീവിതം, സാന്നിധ്യമില്ലാത്ത ദാമ്പത്യ ജീവിതം, സാന്നിധ്യമില്ലാത്ത ബിസിനസ്, സാന്നിധ്യമില്ലാത്തതെല്ലാം പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പകൽ ഇവിടെ പറഞ്ഞ വാക്കുപോലെ മോശയോട് ചേർത്ത് പറ, അപ്പൊ അടുത്ത ഒരു സ്റ്റെപ്പ് വെക്കുന്നെങ്കിൽ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വേണം. ഹല്ലേലൂയ. ഞാൻ പറയുന്ന ദൂതിന്റെ കാഠിന്യം എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. നീ പ്രയാസപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, നീ പരാജയം അണയാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, ഈ സാന്നിധ്യത്തെ കുറിച്ചുള്ള ബോധ്യം നിന്റെ അകത്ത് നിറയണം. യേശുവിന്റെ നാമത്തിൽ നുള്ളം കൊണ്ട് ആഗ്രഹിക്കാൻ പറ്റുമോ? എത്ര പേര് ആഗ്രഹിക്കുന്നു? ചിലർ അതിനെ ഒന്ന് തൊട്ടിട്ടുണ്ട് കേട്ടോ, എനിക്കറിയാം. ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ട് പോകാനല്ല, മറിച്ച് ഇതിനകത്ത് കിടക്കുന്ന ഡെത്ത് ഇവിടെ വെളിപ്പെട്ടാൽ എൻ്റെ പ്രസംഗം ഓക്കെയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇറങ്ങി വന്ന കാലഘട്ടത്തിൽ അകത്തുണ്ടായ ആ സന്തോഷമില്ലേ, അത് കുറയാൻ കർത്താവ് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, മറിച്ച് അത് വർദ്ധിക്കാൻ കർത്താവ് ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷെ എന്തുകൊണ്ടോ അതിൻ്റെ ഗ്രാഫ് താഴോട്ടായി പോയി. ഈ പകൽ തിരിച്ചു പിടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം നിനക്ക് ഒരു പുതിയ അവസരം കൂടെ നൽകിത്തരും.
മോശ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, പിതാക്കന്മാരോട് അരുളി ചെയ്ത പ്രോമിസാണ്. ഇപ്പൊ ഞങ്ങൾ വഴിയുടെ നടുക്ക് നിൽക്കുക. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാം, പക്ഷേ ദൈവ സാന്നിധ്യം ഇല്ലാതെ മുന്നോട്ട് പോയാൽ അത് പരാജയമാണ്. പോകാവോ ചോദ്യമാണ്. മോശയ്ക്ക് ഇവരെ മുന്നോട്ട് നയിക്കാം. കാരണം എന്തുവാ? ഇന്നലെ പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് ഉള്ള ബോധ്യമുണ്ട്, ഇങ്ങനെയാ പോകണ്ടെന്നറിയാം. പക്ഷെ മോശയ്ക്ക് അറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്, ഞാൻ കൂടെ നടക്കുന്നതേ ഉള്ളൂ. ചെങ്കടലിന്റെ മുമ്പിൽ ഞാൻ ഭാരപ്പെട്ടപ്പോൾ അതിനെ കീറി മുറിച്ച ദൈവത്തെക്കുറിച്ച് എനിക്കറിയാം. യോർദാൻ വന്നപ്പോൾ എല്ലാവരും ഭാരപ്പെട്ടപ്പോൾ ഇത് കീറി മുറിച്ച ദൈവത്തെ എനിക്കറിയാം. ആമേൻ, ഹല്ലേലൂയ. ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉണ്ടാകുമെന്ന ബോധ്യത്തിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താൻ എത്ര പേർക്ക് പറ്റും? ഇന്ന് രാവിലെ ഒരാളോട് പറഞ്ഞു, രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ ഒത്തിരി നേരം പ്രയാസപ്പെട്ടപ്പം രാവിലെ ഞാൻ ഇനി യാത്ര ചെയ്യുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നീ ഓരോ നിമിഷവും ദൈവത്തോട് കൺഫസ് ചെയ്യണം, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. അത് മനസ്സിന്റെ പ്രശ്നമാണ്. ദൈവം കൂടെയുണ്ട്, പക്ഷെ ആൾക്കറിയാതെ പോകുന്നു. പക്ഷെ കൺഫസ് ചെയ്യണം. നിന്റെ ശരീരത്തിലും മനസ്സിലും ഒരുപോലെ ഒരു കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ഉറപ്പായിട്ടും ഉണ്ടാകണം. ഇങ്ങനെയുള്ള ബോധ്യമുള്ളവരോട് ഞാൻ പറയാം, നീ എവിടെ പോയാലും നീ പരാജയപ്പെട്ടു പോകത്തില്ല. ഞാനൊരു ഉറപ്പ് പറയാം, നടുക്കടലിൽ തോണിയിൽ തുഴയില്ലാതെ പെട്ടുപോയാലും തോണിയില്ലാതെ നീ പെട്ടുപോയാലും ദൈവസാന്നിധ്യം കൊണ്ട് തിരിച്ചു വരും. അതിന് നിങ്ങൾക്ക് ചരിത്രം ചോദിക്കാൻ ഞാൻ തെളിവായിട്ട് വരും. വലിയ കപ്പലിന് കഴിയാത്തത് ഒരു പലകയിൽ കയറി ഒരു മനുഷ്യൻ കയറി വരുന്നത് കാണാൻ പറ്റുന്നു. ഉയർന്നു പോകുന്ന തിരമാലകളുടെ മുമ്പിൽ ഒരു കപ്പലിന് പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കെ കർത്താവ് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, കൃത്യം പ്രോമിസ്. കപ്പൽ തകരുമെന്നുള്ളത് സത്യം, പക്ഷെ ഒറ്റ ഒരെണ്ണത്തിന്റെ ജീവൻ നഷ്ടപ്പെടത്തില്ല. എന്താണ്? ഈ കപ്പലല്ല നിങ്ങളെ സംരക്ഷിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. ഹല്ലേലൂയ. ഇന്ന് പകൽ പല ഷെൽട്ടറുകളും നമ്മൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, സാമ്പത്തിക ഭദ്രതകൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, ആരോഗ്യ പരിരക്ഷകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതയുള്ള വാഹനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. കമോൺ, ദൈവമില്ലാതെ യാത്ര ചെയ്യരുത്. ഇതൊരു മുന്നറിയിപ്പാണ്. ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും മെസ്സേജുമായി കണക്റ്റഡ് ആകുന്നുണ്ട്. ഞാൻ ആത്മാവിൽ പറയുന്നു, ഇന്ന് പകൽ മുന്നറിയിപ്പോടെ പറയുന്നു, കർത്താവ് ഹല്ലേലൂയ, നീ ദൈവമില്ലാതെ യാത്ര ചെയ്താൽ നിന്റെ മുമ്പിൽ ഒരു വലിയ പരാജയമുണ്ട്. സക്സസ് ആണെന്ന് തോന്നാം, മുന്നോട്ട് പോകട്ടെ. ദൈവ സാന്നിധ്യത്തെ മടക്കി ചോദിച്ചുകൊണ്ട് മോശ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ചില ശൈലികൾ കാണാൻ പറ്റും. പാളയത്തിന് പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു കൂടാരം അടിച്ചു, സമാഗമന കൂടാരം എന്ന് പേരിട്ടു. ജനമെല്ലാം നോക്കി നിൽക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇല്ല. ആ ശൂന്യത അവർക്കറിയാം. ആരും മിണ്ടായിരിക്കണം. മിണ്ടാത്തല്ല, ശൂന്യതയല്ല. സ്വതം ചെയ്തേ അപ്പുറം നിങ്ങൾക്കും വേണ്ടിയാണ്. അപ്പൊ അടുത്തിരിക്കുന്ന ഉറങ്ങുന്നുണ്ടെങ്കിൽ അവർ എഴുന്നേക്കം ചെയ്യും. കര ഉയർത്തി സ്വതം ചെയ്ത്. എനിക്ക് നല്ല ഫീലുണ്ട് കേട്ടോ, ഭയങ്കര സാന്നിധ്യത്തിനകത്തേക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുക്കാനിട്ട വിഷയമൊക്കെ തുറന്നു വന്നുകൊണ്ടിരിക്കും. ഈ കൂടാരത്തിനകത്തേക്ക് ജനം കയറി, മോശ കയറി പോകുന്നത് ജനം നോക്കി നിൽക്കുകയാണ്. അപ്പൊ തന്നെ വേറൊരു കാഴ്ചയുടെ കണ്ട്. ആ കാഴ്ച ഇതാണ്, മേഘത്തിനകത്തൂടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന്
മോശ കേറിപ്പോയ കൂടാരത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഒരു സ്വതം പറയാ നിങ്ങൾ. ഹല്ലേലൂയ. ഇവരിത്ര നേരം ആഗ്രഹിച്ച് ഇവർ കണ്ടുകൊണ്ടിരുന്ന ഒരു ശൂന്യത ഇവരുടെ കണ്ണുകൊണ്ട് കാണുകയാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി മോശ കൂടാരത്തിനകത്തേക്ക് കയറുമ്പോൾ ദൈവം മേഘസ്തംഭത്തിനകത്തൂടെ ഇറങ്ങി വരുന്ന അവർ കണ്ടു. കാണട്ടെ ചില യേശുവിൻ്റെ നാമം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ പ്രോമിസ് മുൻനിർത്തി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചവന്റെ മുമ്പിൽ വ്യത്യസ്ത അടയാളങ്ങളെ തേജസ്സിൽ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ ഈ കാലഘട്ടത്തിൽ എത്രയധികം ഒരിക്കൽ ആഗ്രഹിച്ച മോശയുടെ ആഗ്രഹം, എനിക്ക് നിന്നെ കാണണം. ആമേൻ. ഈ പ്രാർത്ഥന ഇന്നുണ്ട്, കാണണം. ഈ ശുശ്രൂഷയായിട്ട് ഈ മെസ്സേജുമായിട്ട് ബന്ധപ്പെടുന്നൊരു ദൂതാണ്. അശുദ്ധിയിൽ ആണ് ജനം. അവിടെ പറയും ഈ വാക്യത്തിന്റെ പിൻപിൽ അവർ ദുശാഠ്യമുള്ള ജനമാണ്. ഈ ജനത്തിന്റെ നടുവിൽ എനിക്ക് ഇറങ്ങി വരാൻ കഴിയില്ല. എനിക്ക് ദൈവത്തെ കാണണമെന്ന് മോശ പറയുമ്പം ദൈവം പറയും, കണ്ടാ നീ മരിച്ചു പോകും. ഇല്ല, മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് കണ്ടേ പറ്റുള്ളൂ. ഹല്ലേലൂയ. സാന്നിധ്യം അനുഭവമാണെങ്കിൽ തേജസ് വെളിപ്പെടുത്തല. അത് മെറ്റീരിയൽ ആണെങ്കിലും സ്പിരിച്വൽ ആണെങ്കിലും അനുഭവങ്ങൾക്കകത്ത് ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടേക്കുന്നത് വെളിപ്പെടുത്തുന്ന തേജസ്സുകൾ സംഭവിക്കട്ടെ. ആമേൻ. എത്ര പേരുടെ കൂടെയുണ്ട്? ഇത് ഞാൻ ഭാഗം ഇട്ടേച്ച് ഇവിടെ തിരിച്ചു വരാം. ജനം നോക്കി നിൽക്കെ മേഘസ്തംഭം ഇറങ്ങി കൂടാരത്തിനകത്ത് കയറി. നീ പുറകോട്ട് ഇറങ്ങി. ഞാൻ പറയാം, ഈ പ്രാർത്ഥനയ്ക്കിടയിൽ ദൈവം പറഞ്ഞൊരു കാര്യം ഇതാണ്. പ്രോമിസുകൾ ഓർമ്മപ്പെടുത്തി ദൈവം വീണ്ടും ഉറപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. പക്ഷെ പഴയതുപോലെ വരാൻ പറ്റത്തില്ല. അത്രത്തോളം ദുശാഠ്യമുള്ളൊരു ജനമായിരിക്കുക. അതുകൊണ്ട് ഈ കൂടാരത്തിനകത്തൂടെ ഞാൻ നിങ്ങളെ പിൻപറ്റാൻ പോവുകയാണ്. ആമേൻ. പിൻപറ്റാൻ പോവുകയാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ഇവിടെ പറയുന്നു. ആദ്യ വാക്യങ്ങൾ കാണും, മിസ്രൈമിലേക്ക് നിങ്ങൾ പോകുന്നതിനും മോശയോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങൾ പോകുവീൻ. ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. ഒരാമേൻ പറഞ്ഞവർക്കായി സ്തോത്രം. എൻ്റെ കണ്ണ് അവിടെ തന്നെ പോയി. ഇന്ന് രാവിലെ ബൈബിൾ വായിക്കുമ്പോൾ വേണം, ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കനാന്യർ, അമോന്യർ, ഹിത്യർ, പെരിസ്ത്യർ, ഹിവ്യർ, എബൂസിയർ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. ഇന്ന് പകല് ഞാനൊരു ദൂത് ഈ വചനത്തിന്റെ പിൻബലത്തിൽ പറയാണ്. ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി അയക്കപ്പെട്ടൊരു ദൂതനുമുണ്ട്. മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ? മിണ്ടുന്നില്ല, സമയം പോരുന്നു. ആ ദൂതൻ ഇന്ന് പകല് മുതൽ നിങ്ങളുടെ മുമ്പേ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അറിയാലോ, ഈ ദൂതന് വെറുതെ പോകാൻ പറ്റത്തില്ല. ദൂതന് വേടുണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. കർത്താവിന്റെ ആജ്ഞ അനുസരിക്കുന്ന അത് മലയാളത്തിൽ അങ്ങനെ കിടക്കാൻ പറ്റും. റൂട്ട് വാക്യത്തിലേക്ക് പോകുമ്പോൾ ഈ ദൂതനെ ആക്ടിവേറ്റ് ആക്കുന്ന ദൈവവചനം നിന്റെ വായിൽ നിന്ന് വെളിപ്പെടണം. മിണ്ടാതിരിക്കുക. പ്രശ്നങ്ങൾ കയറി എല്ലാം മൂകത, മൗനമായിരിക്കുന്നു. സാഹചര്യങ്ങളും അനുകൂലമില്ല. ഒത്തിരി നാളായിട്ട് ഭാഷണം പറയുന്ന ആള് വരും, ഒത്തിരി നാളായിട്ട് കാണുന്നില്ല. മിണ്ടാതിരുന്ന കർത്താവ് പറയണം, നീ വായെന്ന് തുറക്ക്, ഞാൻ നിറയ്ക്കാം. അല്ലേ? ഞാൻ ആദ്യം വായിക്ക് സ്വാതന്ത്ര്യം കൊടുക്ക്.
പറഞ്ഞ് ചിലതിനെ തുറക്ക്. ആത്മാവിൽ നിങ്ങളുടെ വീട്ടിലും ചർച്ചിലുമായി പറഞ്ഞ് ചിലതിനെ തുറക്കാനായിട്ട് ആത്മാവിൽ ധൈര്യം കാണിക്ക്. ഹല്ലേലൂയ. ചിലതെല്ലാം തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ചിലത് അഴിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അഴിച്ചു വിടാൻ ഒരു ശക്തി നിങ്ങളുടെ നാവിനകത്തുണ്ട്. മോശ ദൈവത്തോട് ചോദിച്ച ചോദ്യം അനുസരിച്ച് ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യം, ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പേ അയച്ചിട്ടുണ്ട്. ഒന്ന് വ്യക്തിപരമായിട്ട് ഒന്ന് സ്വീകരിച്ചോണം. ദൈവം അയച്ചൊരു ദൂതൻ നിങ്ങളുടെ മുമ്പുമായി പോകുന്നുണ്ട്. വ്യത്യസ്ത ശുശ്രൂഷകളുമായി ഒരുപാട് ദൂതന്മാരുണ്ട്. പക്ഷേ ഇത് ഒരു മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ദൂതൻ നിങ്ങളുടെ കൂടെ വെളിപ്പെടാൻ പോവുക. അപ്പോൾ നിങ്ങൾ കേൾക്കിട്ട് മനസ്സിലാണ്, ദൈവത്തിൻ്റെ ശുശ്രൂഷ നിങ്ങളിൽ നിറപടിയായി ചെയ്യിപ്പിക്കുന്ന ഒരു ദൂതൻ. ഒന്നുകൂടി പറഞ്ഞാൽ, ഇവിടെ പറഞ്ഞ ദൂതന്റെ മിഷൻ ഇവരെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്ക് നിൽക്കുന്ന ജാതികളെ അവർ ഓടിച്ചു കളയുന്ന ഒരു ദൂതൻ. ഹല്ലേലൂയ. ഈ ദൂതന്റെ പുതിയ നിയമത്തിലെ മിനിസ്ട്രി എന്നാണെന്ന് പറഞ്ഞ് ഞാൻ നിർത്താം. ഹല്ലേലൂയ. ഇവിടെ ജാതികളെ ഓടിച്ചു കളയുന്ന മിനിസ്ട്രി അല്ല, ജാതികളെ നമുക്ക് വേണ്ടി ഒരുക്കുന്ന മിനിസ്ട്രിയാണ് ഈ ദൂതൻ്റെത്. പൗലോസിനോട് ചോദിച്ചാൽ പറയും, എനിക്ക് മുമ്പോടിയായൊരു ദൂതൻ പുറപ്പെട്ടിട്ടുണ്ട്. പട്ടണങ്ങളെ എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൂതൻ എനിക്ക് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഒന്ന് ഉപസംഹരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. 1-2 ശക്തമായ ഏടുകളോട് എടുക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക. ഞാൻ ഇന്ന് ഒരു കാര്യം വിളിച്ചു പറയാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞ സ്ഥലത്ത് നീ എത്തിച്ചേരും. ഹല്ലേലൂയ. നീ വഴിയിൽ വെച്ച് ഒരു ബ്രേക്കായി നിൽക്കുന്നെങ്കിൽ കർത്താവ് നിന്നോട് പറയുന്നു, നീ സാന്നിധ്യം ഇല്ലാതെ മുന്നോട്ട് യാത്ര ചെയ്യരുത്. ജിൻസെ സാന്നിധ്യത്തോടെ പോകണം. സനീഷെ സാന്നിധ്യത്തോടെ പോകണം. ഹല്ലേലൂയ. വണ്ടി ഓടിക്കുമ്പോൾ സാന്നിധ്യത്തോടെ ചെയ്തോണം. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തിയെ സക്സസ് ആക്കുന്നത് ദൈവ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. നമ്മളെ ആളാക്കി മാറ്റുന്നത് ഈ സാന്നിധ്യമാണ്. പരാജയത്തിന്റെ കുപ്പുകുത്തലിനകത്ത് നിങ്ങൾ കടന്നോട്ടെ, പക്ഷേ നീ സാന്നിധ്യം കൊതിക്കുന്ന ഒരാളാണെങ്കിൽ നിന്റെ ലൈഫ് പുതുക്കും. നിന്റെ ലൈഫ് തളിർക്കും. നീ പുഷ്പിക്കും. എനിക്കറിയത്തില്ല ഞാൻ ഈ വാക്കുകളൊക്കെ എവിടെ നിന്നെടുത്തോണ്ട് വരുവാണെന്ന്. പക്ഷെ ഇന്ന് പകല് ഞാൻ ആത്മാവിൽ പറയുന്നു, നീ മരവിച്ച് ചുരുങ്ങി തീരത്തില്ല. നീ ദൈവത്തിൽ തഴച്ചു വളരാൻ പോവുകയാ. ഒരു പ്രതിസന്ധിക്കകത്ത് മോശം എന്ന് പറയാം, എനിക്ക് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാം, പോകാം. ഈ പോകാനുള്ള വഴി അറിയാം, പക്ഷെ പരാജയപ്പെടുമെന്ന് ഉറപ്പാണ്. ചെങ്കടലിന്റെ മുമ്പിൽ ഒരു ജയാളിയെ പോലെ മോശ നിന്നതുപോലെ അടുത്ത പ്രശ്നത്തിന്റെ മുമ്പിൽ ജയാളിയായി നിൽക്കത്തില്ല. കാരണം സാന്നിധ്യം ഇല്ല എങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു ദൈവസന്നിധി പ്രാർത്ഥിച്ച്, കർത്താവ് നിന്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ, ചിലർക്ക് ഇത് മനസ്സിലാകുന്നില്ല എങ്കിലും നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ച്, എനിക്ക് 1-2 കാര്യം ഇവിടെ പറയണം. എനിക്ക് സാന്നിധ്യം വേണം, ഹെവി പ്രസൻസ് വേണം. ഹെവി പ്രസൻസ് എന്തുവാ? നീ ഒരു ബസ്സിൽ കയറിയാൽ, നീ ഒരു വീട്ടിൽ കയറിയാൽ, നീ ഒരാൾക്ക് കൈ കൊടുത്താൽ, നീ ഒരാളുമായി സംസാരിച്ചാൽ, നിന്റെ അകത്തുള്ള സാന്നിധ്യം അവനെ അടിക്കണം. ഈ നിയമത്തിൽ ഒരു നല്ല വാക്ക് കിടപ്പുണ്ട്, അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്താൽ നമുക്ക് വേണ്ടി അല്ല, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആളവട്ട വലിപ്പം ഇന്നതെന്നറിയേണ്ടതിന്. ഈ അധ്യായത്തിനകത്തെ ആദ്യത്തെ 16 വാക്യങ്ങൾക്കകത്ത് മോശയ്ക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഹോരീബിന്റെ മോളിൽ വെച്ച് തികഞ്ഞ പരാജിതനെ ഒരു ജയാളിയാക്കി മാറ്റാൻ, ഒരു നായെ പോലെ കണ്ടവനെ ദൈവത്തെ പോലെ തിരിച്ചാക്കിയ ദൈവ സാന്നിധ്യത്തെ വിട്ടിട്ട് ഒരു യാത്രയില്ല.
ഇന്ന് പകല് ചിലരെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. നിന്റെ വീട്ടിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. നിന്റെ ബിസിനസ്സിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. നിന്റെ പ്രോപ്പർട്ടിക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. നിന്റെ കുടുംബ ലൈഫിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനകത്ത്, ജീവിതത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. നിന്റെ പരാജയത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ആ തോൽവിക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. മാറ്റങ്ങൾ അനിവാര്യമായി വെളിപ്പെട്ടിരിക്കും. ഒരുമിച്ച് ദൈവശാലയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനവൻ നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരും. ഞാൻ നിന്റെ സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്ത വാഗ്ദത്തത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ ആദ്യ അധ്യായത്തിനകത്ത് ഇതേ വാക്ക് തന്നെ കിടപ്പുണ്ട്. മോശയില്ല, അവര് പറയുന്ന വാക്കാണ്. മോശ മുഖാന്തരം ദൈവം അരുളി ചെയ്തു, നിന്റെ സാന്നിധ്യം നൽകി എനിക്ക് സ്വസ്ഥത നൽകി തരുന്ന ആ ദൈവത്തിൻ്റെ പ്രോമിസിനെ ഓർമ്മപ്പെടുത്താൻ ഇന്ന് പകരം ദൈവസന്നിധി ഒന്ന് ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിച്ചേ. ചില ജ്ഞാപകങ്ങൾ തുറന്നു വരട്ടെ, ചില ഓർമ്മപ്പെടുത്തലുകൾ സംഭവിക്കട്ടെ. യെസ്, ഹല്ലേലൂയ. ഞാൻ ഒരു ശുശ്രൂഷയുടെ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തലുകാരൻ പരിശുദ്ധാത്മാവാ. ആമേൻ, ഹല്ലേലൂയ. ഈ ദൈവത്തെ മോശ ഓർമ്മപ്പെടുത്തി, പ്രോമിസിനെ ഓർമ്മപ്പെടുത്തി എന്നൊക്കെ ഞാൻ ചിന്തിക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമാണ്, ഞാനാണ് ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിന്റെ അകത്ത് ഓർമ്മപ്പെടുത്തി നിവർത്തീകരിക്കാൻ. ഹല്ലേലൂയ. പറഞ്ഞ പ്രവാചകൻ മറക്കാം, കേട്ട നീ മറക്കാം. ഹല്ലേലൂയ. പറഞ്ഞ ദൈവം മറക്കത്തില്ല. ഒന്ന് പറഞ്ഞ എന്നോടൊപ്പം, പറഞ്ഞ പ്രവാചകൻ മറക്കാം, കേട്ട നീ മറക്കാം, പറഞ്ഞ ദൈവം മറക്കത്തില്ല. അവൻ ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് പകൽ. ഹല്ലേലൂയ. തട്ടി ഉണർത്തി മോശയോട് പറഞ്ഞതുപോലെ, ഞാൻ അബ്രഹാമിനോട് പ്രോമിസ് ചെയ്ത കാര്യമാണ്, തലമുറകളെ 400 വർഷം അവിടെ നിന്ന് ഞാൻ എഴുന്നേൽപ്പിക്കുമെന്ന്. ഇന്ന് പകൽ ഈ പട്ടണത്തിനകത്തൊരു തലമുറ എഴുന്നേറ്റ് വരാൻ ദൈവം ഏതെങ്കിലും ഒരു പ്രവാചകനോട്, നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഈ വചനം വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ ഉള്ളം കൊണ്ട് ധരിച്ച എനിക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ, നോ അല്ലത്. സാന്നിധ്യം വെളിപ്പെടണം. നീ ഇന്നലകളിൽ കാല് വെച്ചത് പലതും പരാജയമായിപ്പോയി. പത്രോസിനോട് യേശു പറഞ്ഞതുപോലെ, ഇന്ന് ആദ്യം അറിഞ്ഞ വല ശൂന്യമാണ്, അറിയാം, പക്ഷെ ഞാൻ കയറിയാൽ നിന്റെ പടകും വലയും ഒരുപോലെ നിറയും. ഇനിയൊന്നും വീഴാൻ പറ്റാത്ത രീതിയിൽ നീ മനസ്സുകൊണ്ട് തൃപ്തനാകും. ഹല്ലേലൂയ. കൊതിക്കാമോ? കൊതിക്കാമോ? ചിലർക്ക് കൊതിക്കാൻ പറ്റത്തില്ല, കാരണം അത്ര ഒരു അന്തരീക്ഷത്തിലാണ്. ബട്ട് ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവേ, ചിലതൊക്കെ പരാജയത്തിലാണ് കിടക്കുന്നത്, ചിലതൊക്കെ പരാജയത്തിലാണ്, ചിലതൊക്കെ പരാജയത്തിൽ മണങ്ങുന്ന യാത്ര ചെയ്യുകയാണ്. അപ്പായി ഞങ്ങൾക്ക് നിന്നെ വേണം. ഒരു ജനത്തിന് വേണ്ടി നായകനാകുന്ന മോശ സമാഗമന കൂടാരത്തിനകത്ത് കവണ് വീണ് പ്രാർത്ഥിക്കുക, നിന്റെ കൃപ എനിക്ക് വേണം, നിന്റെ കൃപ എന്നെ താങ്ങണം, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, സാന്നിധ്യം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പരിശുദ്ധാത്മാവേ, ആഗ്രഹിക്കുന്നവരെല്ലാം പരിശുദ്ധാത്മാവ് തൊടട്ടെ ഇന്ന് പകൽ. പരിശുദ്ധാത്മാവ് തൊടട്ടെ, പരിശുദ്ധാത്മാവ് തൊടട്ടെ. ഹല്ലേലൂയ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്?
ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രതികരിക്കണം, മനസ്സുകൊണ്ട് നിങ്ങൾ ശബ്ദിക്കണം. ആ പ്രസൻസ് നിന്നെ തൊടും, ആ പ്രസൻസ് നിന്നെ തൊടും. അത് മഞ്ഞുപോലെ നിന്റെ ശരീരത്തിൻ്റെ മേൽ വന്ന് വീഴും. അതൊരു കാറ്റ് പോലെ നിന്നെ തഴുകും. ആകുലതയ്ക്കകത്ത് നിനക്ക് അസാധാരണ വിശ്വാസമായത് വെളിപ്പെടും. മനസ്സ് തളരുമ്പോൾ ഒരു വലിയ ധൈര്യമായി നിന്നെ തൊടും. ശരീരം ക്ഷീണിക്കുമ്പോൾ ഒരു ആരോഗ്യമായി നിന്റെ മേലത് വെളിപ്പെട്ടു വരും. ഒരു സൈന്യം നിന്റെ നേരെ ഇറങ്ങി നിന്നെ തോൽപ്പിക്കുമെന്ന് പറയുമ്പോൾ നിന്റെ മുമ്പിൽ പരിചാരകനായവൻ വെളിപ്പെട്ടു വരും. തോൽക്കുമെന്ന അവസാനത്തെ നിമിഷം നിന്റെ മനസ്സ് പറഞ്ഞാലും സാന്നിധ്യം ഉണ്ടെങ്കിൽ നീ പരാജയപ്പെടത്തില്ല. കാറ്റ് കണ്ട് പടക് തകർന്നു, പക്ഷെ മെലീത്ത എന്ന ദേശം നീ കണ്ടിരിക്കും. ആരോടൊക്കെ എന്നോടൊന്ന് പകല് പറയുന്നു, പകല് വചനം ശക്തിയോടെ പറയുന്നു, ചിലത് നിന്റെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. കൊതിക്ക് ദൈവ സാന്നിധ്യം. പരിശുദ്ധാത്മാവേ, we need the presence of God. എങ്കിലും സാന്നിധ്യം ഇല്ലെങ്കിൽ ഞങ്ങളെ അയക്കല്ലേ പരിശുദ്ധാത്മാവ്. ഒരു ഹെവി പ്രസൻസ് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തി ഞാൻ കർത്താവിനോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് വലിയ പ്രസൻസ് ആവശ്യമാണ്. ഞങ്ങൾക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രസൻസ് ആവശ്യമാണ്. ഈ പട്ടണത്തിൽ നിലനിൽക്കാൻ ഞങ്ങൾക്ക് വലിയ പ്രസൻസ് ആവശ്യമാണ്. അങ്ങയുടെ ശുശ്രൂഷ ചെയ്യാൻ വലിയ പ്രസൻസ് ആവശ്യമാണ്. ഈ ജനത്തെ സംരക്ഷിക്കാൻ, ശുശ്രൂഷിക്കാൻ, പുതിയ ആത്മാക്കളെ നേടാൻ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ പട്ടണത്തോട് പ്രാർത്ഥിക്കാൻ ഈ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ പട്ടണത്തെ നേടാൻ ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങ് പറഞ്ഞ പ്രോമിസ് നിവർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, പക്ഷേ അങ്ങയുടെ സാന്നിധ്യം ചോദിക്കുക. അപ്പായെ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു. വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു മനസ്സും അന്തരീക്ഷവും പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തന്നതിനായി നന്ദി പറയുന്നു. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചാട്ടെ. ഞങ്ങൾ ഈ കേട്ട ദൈവവചനത്തിനകത്ത് ദൈവം ഞങ്ങളോട് സംസാരിച്ച ആ ശക്തിയുള്ള വചനം ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയണം. പരാജയപ്പെട്ട് ഇനി ഞങ്ങൾക്കില്ല എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ